നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011 കേരള പഞ്ചായത്ത് രാജ് വസ്തുനികുതിയും സേവന ഉപനികുതിയും സർചാർജും ചട്ടങ്ങളിലെ ചട്ടം 14(1) പ്രകാരം വസ്തുനികുതി കൊടുക്കുന്നതിന് ആവശ്യപ്പെടുന്ന നോട്ടീസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓൺലൈൻ വഴി അടയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിക്കും ഇവർ കുറച്ച് ക്യാമ്പുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വ്യത്യസ്ത തീയതിയുണ്ട്, വ്യത്യസ്ത സമയമൊക്കെ ഏകദേശം ഒരുപോലെയാണ്, പക്ഷേ വ്യത്യസ്ത തീയതികളിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ അടയ്ക്കാം. അവിടെ പോയാൽ അവർ ഫോൺ പേ വഴി ഗൂഗിൾ പേ വഴിയൊക്കെ അടയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അവരൊരു ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് അടയ്ക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലിങ്ക് വഴി എങ്ങനെ അടയ്ക്കാമെന്ന് നോക്കാം. ലിങ്കിൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അതിൽ സെലക്ട് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഒരു ലിങ്കിൽ വരും. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ട് എത്തും. ഇതൊരു സഞ്ജയ എന്ന് പറയുന്ന ആപ്പാണ്. ഇവിടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇവിടെ സെലക്ട് ഡിസ്ട്രിക്ട്, ഫസ്റ്റ് തന്നെ ജില്ല ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ജില്ല കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോർപ്പറേഷനാണോ മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ എന്നുള്ളത്, ഈ ഗ്രാമപഞ്ചായത്താണ്, ഞാൻ ഗ്രാമപഞ്ചായത്ത് കൊടുത്തു. നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെർച്ച് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഇതുപോലെ ലിസ്റ്റുകൾ ഇങ്ങനെ താഴോട്ട് വരും. ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്യുക. നമ്മുടെ പഞ്ചായത്ത് വരുന്നത് വരെ സ്ക്രോൾ ചെയ്യുക. പഞ്ചായത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്നൊരു ഓപ്ഷൻ, അത് സെലക്ട് ചെയ്യുക. ആർട്ട് ഇയർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് 13 നമുക്ക് തന്നിരിക്കുന്ന ഫോമിൽ തന്നെ 2013 മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 2013 ഇവിടെ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫോമിലെ പേരിന്റെ താഴെയാണ് 2013 അങ്ങനെ ഇയർ വരിക. അത് കഴിഞ്ഞിട്ട് ഇവിടെ വാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്, വാർഡ് നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞ് അവന് വീട്ടു നമ്പർ, ഡോർ നമ്പർ, വീട്ടു നമ്പർ കൊടുക്കുക. സബ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. നമുക്ക് തന്നിരിക്കുന്ന ഫോമിൽ സബ് നമ്പർ ഉണ്ടാവില്ല. സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഡീറ്റെയിൽസ് വരും. അപ്പം നമ്മൾ എത്ര രൂപ അടയ്ക്കണ്ടേ എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ നമ്മുടെ പേര്, വാർഡ് ഇയർ, എല്ലാ കാര്യങ്ങളും, ഓണറിന്റെ പേര് വരും. അതിൽ സർചാർജ്, ആനുവൽ ടാക്സ് കാര്യങ്ങളൊക്കെ വരും. സെലക്ട് ദ പേയ്മെന്റ് പീരീഡ് അപ് ടു 2023-24 സെക്കൻഡ് ഹാഫ് വരെയുള്ള പേയ്മെന്റ് ആണ് ഇവിടെ നമ്മൾ അടയ്ക്കുന്നത്. ഒക്കെ കൂടിയിട്ട് നമുക്ക് ഇവർ തന്നേക്കുന്ന നോട്ടീസിൽ 121 രൂപയാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ടാക്സ് പേയബിൾ ഒക്കെ കൂടി നോക്കുമ്പോൾ 112 രൂപയെ വരുന്നുള്ളൂ. ഇതൊരു പക്ഷേ പഴയതായിരിക്കാം. എന്നാലും നമ്മളിപ്പോൾ നിലവിൽ ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വന്നേക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്ന ഈ എമൗണ്ട്. അപ്പം നമുക്കിവിടെ ഇമെയിൽ ID നിർബന്ധമായിട്ടും കൊടുക്കണം, മൊബൈൽ നമ്പറും കൊടുക്കണം. അപ്പോൾ ആരുടെ ഓണർ നെയിം ആരാണോ പുള്ളിയുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പേ നൗ എന്നൊരു ഓപ്ഷൻ അത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും പേയ്മെന്റ് ഗേറ്റ് വേ എമൗണ്ട് പേയ്മെന്റ്. അപ്പോൾ നമ്മൾ പേ നൗ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് കൊടുത്ത് നോക്കാം, ഫോൺ പേ ചെയ്ത് നോക്കാം. പേ വിയ QR കോഡ്. അപ്പോൾ ഈ QR കോഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഗൂഗിൾ പേ ആരുടെ വേണ്ടിലും നമുക്ക് ഉപയോഗിക്കാം. പേ വിയ QR കോഡ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് മുന്നേ നിങ്ങൾ ഗൂഗിൾ പേ ആക്റ്റീവായിട്ട് വെക്കുക. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അത് വിടിയിച്ചിട്ട് വെക്കുക. ഓക്കെ, ഞാൻ എന്നിട്ട് QR കോഡ് കൊടുത്തു. അതിനായിട്ട് QR കോഡ് വന്നു. QR കോഡ് ഞാൻ സ്കാൻ ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം പേ കൊടുത്തു. അത് ഫോണിലാണ് നമ്മൾ ചെയ്യുന്നത്. പേ കൊടുത്ത് പേയ്മെന്റ് പോയിട്ടുണ്ട്. 4 മിനിറ്റോളം. അപ്പോൾ ഇതുപോലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണിക്കും. ഡൗൺലോഡ് റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. സക്സസ്ഫുൾ എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു ഡൗൺലോഡ് റെസിപ്റ്റ് കൊടുക്കാം. 112 രൂപ അടച്ചതായിട്ട് കാണിക്കുന്നത്. നമ്മളിത് സേവ് ചെയ്യുവാണ്. ഡൗൺലോഡിൽ സേവ് ചെയ്തു. വീണ്ടും നമ്മൾ സഞ്ജയ എന്നുള്ള ആപ്ലിക്കേഷൻ എടുക്കുക.
ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ തൃശ്ശൂർ കൊടുക്കുക. ഏതാണോ പഞ്ചായത്ത് അത് കൊടുക്കുക. മുനിസിപ്പാലിറ്റി ഏതാ കൊടുക്കുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. വീണ്ടും നമ്മൾ പഞ്ചായത്ത് എടുക്കുക, സെലക്ട് ചെയ്യുക. ഇവിടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ഈ സർട്ടിഫിക്കറ്റും കൂടി ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓണർഷിപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ വാർഡ് ഇയർ ഒക്കെ ചോദിക്കുന്നുണ്ട്. 2013 കൊടുക്കുക. വാർഡ് നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞ് വീട്ടു നമ്പർ കൊടുക്കുക. പിന്നീട് സബ് നമ്പർ, അത് മിക്കതും ഉണ്ടാവില്ല, അത് കൊടുക്കണ്ട. സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് പർപ്പസ്, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടത് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ നമ്മുടെ ഓപ്ഷൻസ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓരോ ആവശ്യത്തിനും ഓരോ സർട്ടിഫിക്കറ്റ് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓരോ ആവശ്യത്തിനും ഓരോ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇവിടെ പഞ്ചായത്ത് ഓഫീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് പഞ്ചായത്ത് ഓഫീസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്താണ് നമുക്ക് ഈ നോട്ടീസ് വന്നേക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇതുപോലെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വരും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണും. സേവ് കൊടുക്കുക. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.